ഇത് ഏത് സ്ഥലമാ അമ്മേ? ഇത് ബാങ്കാണ് മോളെ. നമുക്ക് നമ്മളുടെ പണം ബാങ്കിൽ നിക്ഷേപിക്കാം, പിന്നീട് അത് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. ഈ കാലയളവിൽ നമ്മളുടെ പണം ബാങ്ക് ഭദ്രമായി സൂക്ഷിക്കും. 2 തരത്തിലുള്ള ബാങ്കുകളുണ്ട്. അത് ഏതൊക്കെയാണമ്മേ? കേന്ദ്ര ബാങ്കുകളും വാണിജ്യ ബാങ്കുകളും ഉണ്ട്. വാണിജ്യ ബാങ്കോ? അതെന്താ അമ്മേ? നമ്മളെപ്പോലുള്ള പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുകയും പൊതുജനങ്ങൾക്ക് വായ്പകൾ നൽകുകയും ചെയ്യുന്ന ഒരു ധനസ്ഥാപനമാണ് വാണിജ്യ ബാങ്ക്. ഈ ബാങ്കുകൾക്ക് പ്രധാനമായും 2 ധർമ്മങ്ങൾ ചെയ്യാനുണ്ട്. പാസ്ബുക്ക് തരൂ. പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണമ്മേ? പാസ്സാണോ ഫെയിലാണോ എന്നറിയുന്നതിനുള്ള റിപ്പോർട്ട് കാർഡാണോ അത്? അല്ല മോളെ, ഓരോ കസ്റ്റമേഴ്സിനും ബാങ്ക് വെവ്വേറെ അക്കൗണ്ടുകൾ മെൻഷൻ ചെയ്യാറുണ്ട്. അതിൽ അവർ എത്ര പണം നിക്ഷേപിക്കുന്നുണ്ടെന്നും എത്ര തുക പിൻവലിക്കുന്നുണ്ടെന്നുമുള്ള എല്ലാ വിവരങ്ങളും അറിയാം. ഓരോ കസ്റ്റമേഴ്സിനും ബാങ്കിൽ എത്ര തുകയുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. ഈ വിവരങ്ങളൊക്കെയാണ് പാസ്ബുക്കിൽ പ്രിന്റ് ചെയ്ത് നൽകുന്നത്. ഓ, അത് ശരി. അമ്മ നേരത്തെ പറഞ്ഞില്ലേ ബാങ്കിന് 2 ധർമ്മങ്ങളുണ്ടെന്ന്? അത് ഏതൊക്കെയാണമ്മേ? എന്താ മോളെ നിന്റെ സംശയം? ബാങ്കിന് 2 ധർമ്മങ്ങളില്ലേ, അത് ഏതൊക്കെയാണ്? ബാങ്കിന്റെ പ്രാഥമിക ധർമ്മങ്ങളുമുണ്ട്, ഉപോൽപ്പന്നമായ ധർമ്മങ്ങളുമുണ്ട്. പ്രാഥമിക ധർമ്മങ്ങളോ? അതെന്താ? പ്രാഥമിക ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക, ചെക്കുകൾ വാങ്ങുകയും മാറ്റിക്കൊടുക്കുകയും ചെയ്യുക, ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സഹായിക്കുക തുടങ്ങിയ ബാങ്ക് ചെയ്യുന്ന എല്ലാ പ്രധാനപ്പെട്ട സേവനങ്ങളും ബാങ്കിന്റെ പ്രാഥമിക ധർമ്മങ്ങളിൽപ്പെടുന്നതാണ്. താങ്കൾ ദയവായി ഒന്ന് പറഞ്ഞു തരൂ, എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് നിങ്ങൾ നൽകുന്നതെന്ന്? തീർച്ചയായും മാഡം, ഞങ്ങൾ ധാരാളം ഏജൻസി സർവീസുകൾ ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട്. ഓ, അവ എന്തെല്ലാമാണ്? ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് വേണ്ടി ചെക്കുകൾ, വ്യാപാര ബില്ലുകൾ എന്നിവ സ്വീകരിക്കുകയും കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന ഓഹരിയുടെ ലാഭം, കടപ്പത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന പലിശ എന്നിവ ബാങ്കുകൾ സമാഹരിക്കുകയും പ്രസ്തുത ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓ, ഇത് വളരെ നന്നായിരിക്കുന്നു. എന്തെല്ലാമാണ് മറ്റ് ഫംഗ്ഷനുകൾ? രാജ്യത്തിനകത്തും പുറത്തും പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സഹായിക്കും. ഇടപാടുകാർക്ക് വേണ്ടി നികുതി സംബന്ധമായ വിവരങ്ങൾ നൽകുന്നു. ഇടപാടുകാർക്ക് വേണ്ടി വിദേശ നാണയം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഈ സേവനങ്ങളൊന്നും ലഭിക്കില്ലേ? ഇല്ല, എന്നാൽ മറ്റു ചില ജനറൽ സേവനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നുണ്ട്. എന്താണവ? വിലപിടിപ്പുള്ള വസ്തുക്കൾക്കും മറ്റും സുരക്ഷാ സൗകര്യം നൽകുന്നു. ഇടപാടുകാർക്ക് വേണ്ടി വിനിമയ ബില്ലുകൾ നൽകുന്നു. പണം ചിലവ് കുറഞ്ഞ രീതിയിലാക്കുവാൻ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നൽകുന്നു. ഇത്തരം നിരവധി ജനറൽ സേവനങ്ങൾ ഉപഭോക്താക്കൾക്കായി ഞങ്ങൾ നൽകുന്നുണ്ട്. ഇത്രയും പറഞ്ഞു തന്നതിൽ നന്ദി. എന്നാ പോവാ അമ്മേ. Good morning friends. Today I am going to discuss about the topic functions of central bank. There are 6 functions and I am going to discuss first 3 functions. First one, the issue of currency. The Central Bank of India has the monopoly is issuing notes or paper currency to the public. This is the important functions of central bank. The second one is bankers to the government. It is another important function. Central bank is to the act as a banker to the government, both central and state government. It carries out banking business of the government, and the government keeps its cash balance on current account with the central bank. It also provides short-term credit, and the government central advises to the government on the all financial matters. Third one is banker to banks. The central bank also act as bankers to the commercial bank. Bank holds a part of cash reserve of banks, lends them short-term funds and provides them with the centralized clearing and remittance facilities. The central bank also supervise, regulate the control of the credit creation policy of the commercial bank. Miss, can you please simplify the first point? It can be simplified as the monopoly of issuing notes or paper currency to the public. Good morning students. Okay, now we can start our class. Today we are going to discuss about the functions of central bank, means Reserve Bank. Okay, in simply way we can say about the Reserve Bank, it is the banker to banks. What? It is the banker to banks.
So it is the apex institution or in the banking system. It is the apex institution of the banking system. Okay, and the main objective of the central bank is to control and regulate the regulate and stabilize the banking and monetary structure of our country. It is the main objective of the central bank. So there are 6 functions of central bank. We can discuss about the last 3 functions of central bank. Okay, we can write so functions of central bank. We can discuss about the last 3 functions of central bank. Lender of the last resort. And next is custodian of. Okay, students, please write down this. Custodian of foreign exchange resources. And the third one is controller of credit. So please listen here. It ensures financial stability and financial stability and financial inclusion. By the banking system from collapse or failures. Okay, now we can discuss one by one the functions. First, the lender of the last resort. The lender of the last resort. You can see there, lender of the last resort. Okay, this function ensures the financial stability and financial inclusion of the banking system from the collapse or any failures. And so as we can save our bank through discounting approved securities and collector loans and advances through this function. Okay, students, can you follow me? I think you got the idea of the lender of the last resort. Okay, then next we can discuss about the custodian of foreign exchange resource. The next function is custodian of foreign exchange resource. This is one of the main important function of central bank. It is to manage and control the foreign exchange resources. Central bank tries to stabilize and the exchange rate by selling and buying gold, foreign securities through how buying and selling of gold or any foreign securities. So this is the custodian of foreign exchange resources of the one of the function of central bank. It is to manage and control the foreign exchange resources, and central bank tries to stabilize the exchange rate by selling and buying gold or any foreign securities. Okay, and the next point is controller of credit. Okay, controller of credit. This is the another main important function of the central bank is to control the credit creation by the commercial banks. So it is the central bank is to control the credit creation by the commercial banks. Qualitative as well as quantitative instruments are used to control the volume of credit in the economy. So which are the two purpose to control? How it is controlling? Through quantitative and qualitative instruments are used to control the volume of credit in the economy.
Okay, students. Anybody have any doubts? I can clear it. I'm not clear in first function. Can you please repeat it? Oh, sure, I can clear it. Okay, please listen here. All of you can listen, okay? So, the first function is lender of the last resort. It means this function ensures that financial stability and financial inclusion by the banking system from any collapse or any other failures. So this is the main function of lender of the last resort. Okay, now you got it. Okay, any other doubts? Okay, so we can wind up our class. Okay, bye. Good morning, all of you. Now we have to discuss about a new subject, monetary policy and objectives. അപ്പോൾ എന്താണ് മോണിറ്ററി പോളിസി, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. മോണിറ്ററി പോളിസി, ഇറ്റ് ഈസ് എ പോളിസി ഓഫ് സെൻട്രൽ ബാങ്ക് ഓർ സെൻട്രൽ ഗവൺമെൻറ് to control credit and money supply, to avoid inflation and deflation, to attain balance growth. അപ്പോൾ ഇതാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. നമ്മൾ ഹൈ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി RBI ചെയ്യുന്നത്. നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ. അപ്പം ഇതാണ് മോണിറ്ററി പോളിസി. ഒരു മോണിറ്ററി പോളിസി എന്നാൽ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു പോളിസിയാണ്. അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യുന്നത് ക്രെഡിറ്റ് ആൻഡ് മണി സപ്ലൈ ആണ്. പിന്നെ അതിന് അവോയ്ഡ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷനാണ്. പിന്നെ അറ്റൈൻ ബാലൻസ് ഗ്രോത്ത്, പിന്നെ എക്കണോമിക് ഗ്രോത്ത്, അതൊക്കെ ഉണ്ടാകുന്നത് ഈ മോണിറ്ററി പോളിസിയിലൂടെയാണ്. അപ്പോൾ മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു 10ലധികം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് ഒന്നെന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്റ്റ് ഔട്ട്ഫ്ലോ ഓഫ് ഗോൾഡ്, നമ്മൾ ഗോൾഡിൻ്റെ ഒഴുക്ക്, നമ്മുടെ കൺട്രിയിലേക്ക് വരുന്ന ഗോൾഡിൻ്റെ പ്രൊട്ടക്റ്റിന് ഔട്ട്ഫ്ലോ അങ്ങോട്ട് വരുന്നതിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ ടു കൺട്രോൾ ബിസിനസ് സൈക്കിൾസിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ടു മീറ്റ് ബിസിനസ് നീഡ്സ്, ബിസിനസ്സിന് ആവശ്യമുള്ള അതൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ എൻഷ്യൂർ ഇന്റേണായിട്ടുള്ള പ്രൈസ് സ്റ്റെബിലിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മോണിറ്ററി പോളിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് മോണിറ്ററി പോളിസി നമ്മൾ പഠിച്ചു, മോണിറ്ററി പോളിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. മെയിൻ ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് മോണിറ്ററി പോളിസി. ഇറ്റ് ഈസ് പോളിസി ഓഫ് സെൻട്രൽ ബാങ്ക് RBIൻ്റെ ഒരു പോളിസിയാണിത് പറഞ്ഞാൽ. ഇത് കൺട്രോൾ മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് മോണിറ്ററി പോളിസി എന്നാൽ. മോണിറ്ററി പോളിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെയാണ്. അപ്പം താങ്ക് യു. Hi students, yesterday few of you came into my cabin and asked me that you have some doubt regarding the topic that I have told. I think the quantitative method or the general instrument of credit control adopted by the central bank is the main topic that you have find some kind of confusions and doubt. So I think I really want to start a discussion about the particular topic. So the quantitative method of credit control, or otherwise known as the general instrument of credit control that is adopted by the central bank, is intended to influence the total volume of credit in circulation and the cost of credit, that means the rate of interest. When we examine about this quantitative method, we want to study mainly about 3 points. The first point is the bank rate, or the bank rate is otherwise known as the discount rate policy. Okay, you may know what is bank rate. The bank rate is rate of interest charged by the central bank while providing accommodations and assistance to commercial banks. When there is some kind of assistance and accommodation is provided by the central bank
for that accommodations they charged some kind of rate of interest. That rate of interest is known as bank rate. When we detail examination is going through this topic, we want to understand what is the relationship between the bank rate and the market rate. So it is employed on the assumption that the bank rate is directly related to market rate. That means if there is a change in the bank rate, it will definitely go to a corresponding change in the market rate. Okay, now we want to discuss about what are the changes that happen in the bank rate during the inflationary and deflationary period. The inflationary conditions of a country will definitely go to a rise in the or increase in the bank rate. A increase in the bank rate will go to rise in the market rate also. An increase in the market rates will go to increase or rise in the cost of borrowing. That means the rate of interest. That means the money become dearer to the borrowers. Alternatively, when there is a deflationary condition in the economy, that means the rate of interest or the bank rate will go to fall down, and then a fall down or the decrease in the bank rate will also go to a fall down in the market rate also. When the various market rate is falling down, that means the cost of borrowing is also falling down. That means money is become cheaper to borrowers. Okay students, now we want to discuss about the cash reserves ratio. So you can see the topic related notes here, so that I can explain you in a very clearly. As per the CRR, every commercial bank is required by a law or customs to maintain a minimum percentage of deposit with the central bank. The minimum amount of reserve with the central bank may be either of the percentage of its time and demand deposits separately or of the total deposit. If a commercial bank need to maintain a minimum percentage of deposit in central bank, that then required by a law or custom. This insisted upon to ensure the solvency and liquidity of the commercial bank. The present cash reserve ratio in India is 4%. When we examine the history of CRR or the cash reserve ratio, the RBI Act of 1934 insisted that every commercial bank should keep the cash reserve ratio between the range of 3% and 15%. However, the RBI Amendment Act of 2006 has removed the 4 and provided free hand to the RBI in fixing the CRR. Okay, now the RBI are free to fix the cash reserve ratio. Okay, going to the cash reserve ratio during the inflationary and the deflationary period, you can see in the text that during the inflationary period, the central bank aims to contract the money supply by increasing the reserve requirement. That is, the RBI hikes the CRR rate, and this action is part of credit squeezing policy or the tight monetary policy. During the period of depression or the deflation, central bank want to expand money supply circulation by reducing reserve requirement of commercial bank. That is, the RBI cut the CRR, and this action is a part of credit liberalization policy. Now we want to going through the next point, that is the statutory liquidity ratio or the SLR. The SLR is mandated for the bank that they must keep itself with the stipulated proportion of their total demand and the time deposit in the form of liquid asset, namely the cash, gold or the approved securities, etc. Now let us examine what is the goal or the purpose behind this statutory liquidity ratio. The first one is that it enables the government to borrow from the bank by pledging its securities. The next one is that they have enough liquid fund with the bank so that they can meet unforeseen mass panic withdrawal of deposit by the customers, etc. Okay,
we can examine the operation of SLR during the inflation period. During the inflationary period, the statutory liquidity ratio will hike or increase. The increase in SLR will definitely go to a reduction in the resources that will reduce the credit capacity of the commercial bank, or the credit capacity of the commercial bank contracted. Okay, operation during deflationary period. During the deflationary period, the SLR will go to reduce. That reduction in the statutory liquidity ratio will definitely go to a increase in the resource that will definitely go to increase the credit capability of the commercial bank. പണനയ ഉപകരണങ്ങളെ 2 വിഭാഗങ്ങളാക്കി തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്ന് പരിമാണിക വായ്പാ നിയന്ത്രണം അഥവാ പൊതുവായ നിയന്ത്രണം, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓർ ജനറൽ മെത്തേഡ്. രണ്ടാമത്തേത് ഗുണപരമായ അഥവാ വിവേചനാത്മകമായ നിയന്ത്രണം, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓർ സെലക്റ്റീവ് മെത്തേഡ്. പരിമാണിക വായ്പാ നിയന്ത്രണത്തിലെ 3 മെത്തേഡാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റീവ് ഫെസിലിറ്റി. ഒന്നാമത്തേത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ. കേന്ദ്ര ബാങ്ക് അതിന് കൈകാര്യം ചെയ്യുന്നതിന് അധികാരമുള്ള ഏതെങ്കിലും കടപ്പത്രങ്ങൾ പരസ്യ വിപണിയിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് പരസ്യ വിപണി പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. MSF എന്ന പുതിയ വായ്പാ പദ്ധതി RBI ഇന്ത്യയിൽ നടപ്പിലാക്കിയത് മെയ് 9, 2011 ഈ പദ്ധതി പ്രകാരം വാണിജ്യ ബാങ്കുകൾക്ക് അവരുടെ ഇഷ്ടാനുസരണം RBIയിൽ നിന്നും വളരെ ഹ്രസ്വകാലമായ കാലത്തേക്ക് വായ്പ എടുക്കുന്നതിന് കേന്ദ്ര ബാങ്ക് ചുമത്തുന്ന നികുതിയാണ് ഇത്. മൂന്നാമത്തേത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. പണനയത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. പ്രാഥമികമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് റീപർച്ചേസ് കരാറുകൾ വഴി കടം വാങ്ങാനോ റിവേഴ്സ് റീപ്പോ കരാറുകളിലൂടെ RBIക്ക് വായ്പ കൊടുക്കാനോ ബാങ്കുകളെ അനുവദിക്കുന്നു. പണലഭ്യത സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സാമ്പത്തിക വിപണികളിൽ അടിസ്ഥാന സ്ഥിരത ഉറപ്പാക്കുന്നതിനും ഈ ക്രമീകരണം ഫലപ്രദമാകുന്നതാണ്. മണി ആൻഡ് ബാങ്കിങ് പോളിസീസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ് ഇന്നലെ പഠിച്ചത്. ഗുണപരമായ അഥവാ നിർദ്ധാരകമായ വായ്പാ നിയന്ത്രണത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? പരിമാണികമായ വായ്പാ നിയന്ത്രണത്തിന്റെ ലക്ഷ്യം വായ്പയുടെ പരിമാണവും വിലയും ക്രമീകരിക്കുക എന്നതാണ്. അവയുടെ ഉദ്ദേശം വായ്പയുടെ ചെലവിനെയും ലഭ്യതയെയും ഒരു പ്രത്യേക ദിശയിലുള്ള വിതരണത്തെ പരിഗണിക്കാതെ പൊതുവിൽ ബാധിക്കുക എന്നതാണ്. അതായത് നിർദ്ധാരകമായ വായ്പാ നിയന്ത്രണങ്ങൾ വായ്പയുടെ കാര്യത്തിൽ അവശ്യോപയോഗങ്ങളും ആവശ്യങ്ങളല്ലാത്ത ഉപയോഗങ്ങളും തമ്മിൽ വേർതിരിച്ചു കാണുകയും അതിൽ ആദ്യം പറഞ്ഞവയ്ക്കനുകൂലമായി വിശ്വാസം കാണിക്കുകയും ചെയ്യും. നിർദ്ധാരക വായ്പാ നിയന്ത്രണങ്ങൾ ഉത്തമർണരുടെ സ്വഭാവത്തെ ബാധിക്കുക മാത്രമല്ല അധർമ്മണരുടെ മനോഭാവത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ഓഫ് സെൻട്രൽ ബാങ്ക്. ഇതിന് നമ്മൾ പറയുന്നത് വെച്ചാൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ക്വാളിറ്റേറ്റീവ് ഓർ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ഇൻക്ലൂഡ് bank rate policy, open market operations and variable reserve ratio. Qualitative or selective method of credit control include regulation of margin requirement, ഒന്നാമതായിട്ട് credit rationing and regulation of consumer credit ആൻഡ് ഡിറക്റ്റ് ആക്ഷൻ. ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. ക്രെഡിറ്റ് റാഷനിങ് എന്ന് പറഞ്ഞാൽ ആർക്കെല്ലാം ക്രെഡിറ്റ് കൊടുക്കണം, അത് ആർക്കെല്ലാം ഒരു നിശ്ചിതമായ എമൗണ്ട് ക്രെഡിറ്റ് കൊടുക്കാം, അതിന് യോഗ്യതപ്പെട്ടവരാരൊക്കെ എന്നാണ് ഈ ക്രെഡിറ്റ് റാഷനിങ്ങിൽ വരുന്നത്. അതിന് പറയുന്നത് വെച്ചാൽ ഓൾഡസ്റ്റ് ഫോം ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ മെഷർ ആണ് ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ലോൺ കൊടുക്കുന്നതും അതുപോലെ തന്നെ മാരേജ് ലോൺ എന്നൊക്കെയാണ് ഈ ഒരു ക്രെഡിറ്റ് റേഷനിങ്ങിൽ വരുന്നത്. ഇനി അടുത്ത സെക്കൻഡ് വൺ നമുക്ക് നോക്കാം, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. എന്താണ് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് നോക്കാം.
ഹോം പേർപ്പസ്, അതായത് നമ്മൾ വീട്ടു ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോണ് കൊടുക്കുക. അതായത് കാർ ലോണ്, അതുപോലെ തന്നെ വീടിന് വേറെ എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോൺ കൊടുക്കുക. അതാണ് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ലോൺസ് കൊടുക്കുക എന്ന് പറയുമ്പം ഇൻസ്റ്റാൾമെൻറ്റ് കുറയും, അതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് കൂടുകയും ചെയ്യും ഈ ഒരു റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റിൽ. ഇനി അടുത്ത തേർഡ് വൺ നമുക്ക് നോക്കുകയാണെങ്കിൽ റെഗുലേഷൻ ഓഫ് മാർജിനൽ റിക്വയർമെൻറ്റ്. റെഗുലേഷൻ ഓഫ് മാർജിനൽ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ വി ഹാവ് ടു ടേക്ക് ലോൺ. അന്നേരം നമുക്കെന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റി വേണം ഈ ലോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഓർക്ക് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ലോൺ ആണെങ്കിൽ അവർ കൊടുക്കുമ്പോൾ അവർക്കൊരു സെക്യൂരിറ്റി ഉണ്ടെങ്കിലുള്ളൂ അവർ ലോൺ തരുള്ളൂ നമുക്ക്. അപ്പം വി ഹാവ് ടു ടേക്ക് ലോൺ അറ്റ് ദാറ്റ് ടൈം വി ഹാവ് ടു പ്രൊഡ്യൂസ് സെക്യൂരിറ്റി, അതർവൈസ് ദേ വിൽ നോട്ട് ഗീവ് ലോൺ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിന് പറയുന്നതാണ് റെഗുലേഷൻ ഓഫ് മാർജിനൽ റിക്വയർമെൻറ്റ്. ഇതിൽ വെച്ചാൽ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കൂടുതൽ മാർജിൻ ആവശ്യപ്പെടുകയും ചെയ്യാം നമുക്ക്. ആൻഡ് നെക്സ്റ്റ് വൺ വി ക്യാൻ ലുക്ക് ഡിറക്റ്റ് ആക്ഷൻ. എന്താണ് ഈ ഡിറക്റ്റ് ആക്ഷൻ എന്നുള്ളത്? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുന്നേ വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ക്രെഡിറ്റ് റാഷനിങ്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് മാർജിനൽ റിക്വയർമെൻറ്റിലൊക്കെ വരുന്ന കാര്യങ്ങളിൽ അടുത്ത കാര്യം എന്ന് നമ്മൾ നോക്കുന്നത് ഡിറക്റ്റ് ആക്ഷൻ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക് നമുക്ക് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ അതിന് കറക്റ്റായിട്ട് നമുക്കൊരു ആക്ഷൻ എടുക്കാം. അതിനാണ് ഡിറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബാങ്കിനെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. അവരെ എന്ത് ചെയ്യാം? ലൈസൻസ് കട്ടാക്കാം, അതുപോലെ തന്നെ ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് കൊടുക്കാതിരിക്കാം, ആൻഡ് റെഫ്യൂസ് സാങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കോമഡേഷൻസ്. ഇതൊക്കെയാണ് ഈ ക്വാളിറ്റേറ്റീവ് ഫങ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. താങ്ക് യു.